Hello everyone, today's class let's continue the pharmaceutical aid. In that we will discuss the pharmacognostical profile for guar gum, kaolin and wool fat. So let's start. Guar gum, synonym guar flower, jaguar gum. Biological source, it is obtained from the endosperm of the seed of Siamopsis tetragonalobus, belongs to the family Leguminosae. നമ്മുടെ നാട്ടിൽ കൊത്തവര എന്ന് പറയും, നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കാൻ എടുക്കില്ലേ, അതിൻ്റെ സീഡാണ്. ശരിക്കും ഇത് ഗ്വാർ ബീൻസ് ആണ് ഇതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ബീൻസ് അല്ലെങ്കിൽ ആ ഒരു സീഡ് ഡ്രൈ ചെയ്ത് പൊടിച്ചെടുക്കുന്നതാണ് ഗ്വാർഗം എന്ന് പറയുന്നത്. ആൻഡ് ദ മേജർ വേൾഡ് സപ്ലയേഴ്സ് ആർ ഇന്ത്യയിലെ നോർത്തേൺ പ്ലേസിലാണ് കൂടുതൽ, തമിഴ്നാട്ടിലുണ്ട് കൾട്ടിവേഷൻ, ആൻഡ് പാകിസ്ഥാൻ, United States, Australia and Africa. Morphological characters. It is colorless or pale yellowish white colored powder. Characteristic odor, gummy taste, and it swells rapidly in water. Chemical constituents. It contains carbohydrates, mainly polysaccharides. അതിൽ തന്നെ water soluble fraction is known as guarin, and guarin upon hydrolysis yield galactose and mannose. The gum also contains proteins and fatty acids. Let's see some of the chemical tests. On being treated with the iodine solution, it fails to give olive green coloration. അത് ഒരു കെമിക്കൽ ടെസ്റ്റാണ്. ആൻഡ് സെക്കൻഡ് വൺ, it does not produce pink color when treated with a ruthenium red solution. Distinction from sterculia gum and agar. And 2% solution of lead acetate gives an instant white precipitate with a guar gum. Distinction from sterculia gum and acacia. നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ രണ്ട് ടെസ്റ്റുകളും സ്റ്റെർക്യൂലിയ ഗം എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഫാർമസ്യൂട്ടിക്കൽ എയ്ഡാണ്. അതുപോലെ അഗാർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്ന് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള രണ്ട് കെമിക്കൽ ടെസ്റ്റുകളാണ്. അപ്പോൾ അതിന് രണ്ടിനും ആ ഒരു കളർ റിയാക്ഷൻ കിട്ടും. ഇവിടെ ഗ്വാർഗമിനാണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും ആ ഒരു കെമിക്കൽ ടെസ്റ്റ്. സോ അത് കെമിക്കൽ ടെസ്റ്റ്, a solution of guar gum with a benzidine and hydrogen peroxide, no blue coloration. It is a chemical test in order to distinguish from gum acacia. Then വേറൊരു ടെസ്റ്റാണ്, aqueous solution of guar gum can be converted into gel by addition of small amount of borax. അതായത് ജെല്ലിംഗ് പ്രോപ്പർട്ടി, അത് ഗോർഗമിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ പല ടൂത്ത് പേസ്റ്റുകളും ഇത് യൂസ് ചെയ്യാറുണ്ട് ജെല്ലിംഗ് ഏജൻ്റ് ആയിട്ട്. ആൻഡ് ഓൾസോ യൂസ്ഡ് എസ് എ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്, ബൈൻഡിങ് ആൻഡ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്, എമൽസിഫയിങ് ഏജൻറ്റ്. ബൈൻഡിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ടാബ്ലറ്റ്സ് ഇൻ ഓർഡർ ടു ഇമ്പാർട്ട് ദ കൊഹസീവ്നെസ് ടു ദ ഗ്രാനുൾസ്, അല്ലെങ്കിൽ ഇറ്റ് എൻഷോർസ് ദ ടാബ്ലറ്റ് റിമെയിൻസ് ഇൻടാക്ട് ആഫ്റ്റർ ദ കംപ്രഷൻ. അത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ചേർന്നിരിക്കണമെങ്കിൽ നമ്മളതിൽ ഏതെങ്കിലും ബൈൻഡിങ് ഏജൻറ്റ് ആഡ് ചെയ്യണം. സോ ഗ്വാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബൈൻഡിങ് ഏജൻ്റ് ആണ്. ദെൻ വേറൊരു യൂസ് എന്ന് പറഞ്ഞാൽ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്. നമ്മൾ പറഞ്ഞു എന്താണ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്, സ്യൂട്ടിക്സിലൊക്കെ പഠിച്ചു കാണും അല്ലേ. ഇറ്റ് ഈസ് ആഡഡ് ടു ദ ടാബ്ലറ്റ് ഫോർമുലേഷൻ ടു പ്രൊമോട്ട് ദ ബ്രേക്കപ്പ് ഓഫ് ടാബ്ലറ്റ് ഇൻ ടു സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ആൻ അക്യൂസ് എൻവയോൺമെൻറ്റ്. അതായത് നമ്മൾ ഒരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അക്യൂസ് എൻവയോൺമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ഒരു ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ ചെന്ന് കഴിയുമ്പോൾ അത് ബ്രേക്കപ്പ് ആവണം, എന്നാലാണത് നമുക്ക് ആ ഒരു അത് റിലീസ് ആവുള്ളൂ. അതായത് അതിൻ്റെ അവൈലബിൾ സർഫസ് ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് ഇറ്റ് പ്രൊമോട്ട് ദ മോർ റിലീസ് ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. സോ ഗ്വാർഗം ഓൾസോ യൂസ്ഡ് ആസ് എ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്, അതായത് ഇറ്റ് ആഡഡ് ടു ദ ടാബ്ലറ്റ് ഫോർമുലേഷൻ ടു പ്രൊമോട്ട് ദ ബ്രേക്കപ്പ് ഓഫ് ടാബ്ലറ്റ് ഇൻ ടു സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ആൻ അക്വസ് എൻവയോൺമെൻറ്റ്. ആൻഡ് വേറൊരു യൂസ്, ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ബൾക്ക് ലാക്സേറ്റീവ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്വാർഗം അതിൽ സോലുബിൾ ആയിട്ടുള്ള നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ട് ആസ് എ ബൾക്ക് ലാക്സേറ്റീവ്. നമ്മൾ ഓൾറെഡി ഇസ്പാഗുല ഹസ്ക് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ലാക്സേറ്റീവ്സിൽ പറഞ്ഞു ഇസ്പാഗുല ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ബൾക്ക് ലാക്സേറ്റീവ്. അതേപോലെ ഗ്വാർഗമും ഒരു ബൾക്ക് ലാക്സേറ്റീവ് ആണ്. ആൻഡ് ആപ്പിറ്റേറ്റ് ഡിപ്രസൻ്റ് ആണ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ പെപ്റ്റിക് കൾച്ചർ തെറാപ്പി. ദെൻ ഇൻഡസ്ട്രിയൽ അതർ യൂസസ് എന്ന് പറയുന്നത് പേപ്പർ മാനുഫാക്ചറിംഗ് യൂസ് ചെയ്യാറുണ്ട്, പ്രിൻറ്റിങ്, പോളിഷിങ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആൻഡ് ഫുഡ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ജെല്ലിംഗ് ഏജൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ, ഫുഡ് ഇൻഡസ്ട്രീസിലും യൂസ് ചെയ്യാറുണ്ട്. ദെൻ കോസ്മെറ്റിക്സിലും ഇത് വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്വാർഗം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആണ് കോസ്മെറ്റിക് ഫോർമുലേഷനുകളിലും. അതേപോലെ ബൈൻഡിങ് ഏജൻറ്റ്, ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്, എമൽസിഫയിങ് ഏജൻറ്റ്. ദെൻ അതിൻ്റെ ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ലാക്സേറ്റീവ് ആണ്, അതുപോലെ പെപ്റ്റിക് കൾച്ചർ തെറാപ്പി, അതൊക്കെയാണ് അതിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ. Lanolin, synonym wool fat, oxipose, acnin, elapurin, anhydrous lanolin, animal oil. Biological source, lanolin is a purified fat-like secretion obtained from the wool fibers of the sheep. Ovis aeris belongs to the family Bovidae.
ഇത് ശരിക്കും വൂളി എന്നുള്ളൊരു ബൈ പ്രോഡക്റ്റാണ്. വൂൾ നമുക്കറിയാം ഇറ്റ് ഈസ് വൺ ഓഫ് ദി പ്രോഡക്റ്റ് ഫ്രം ഷീപ്പ്. ചെമ്മരിയാടിൽ നിന്ന് നമ്മൾ മുറിച്ചെടുക്കുന്നത് കമ്പിളിക്ക് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ചെമ്മരിയാടിനെ വളർത്തുന്നത്. മാംസത്തിനും വളർത്താറുണ്ട്. അപ്പോൾ ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വൂളിൽ നിന്ന് കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് ശരിക്കും. അതിൽ നിന്നുള്ള വാക്സാണ്. സോ അതിൻ്റെ ഔട്ട്ലൈൻ ഞാൻ പറയാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ. ഫസ്റ്റ് വി ഹാവ് ടു റിമൂവ് ദ വൂൾ ഫ്രം ദ ഷീപ്പ്. ഏകദേശം ഇപ്പോൾ ഒരു ഷീപ്പിൽ നിന്ന് അറൗണ്ട് ഒരു 250 to 300 ml വൂൾ ഗ്രീസ് കിട്ടും. സോ ദ സെപ്പറേറ്റഡ് വൂൾ കണ്ടെയ്ൻ ഹെവി ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സാൻഡ്, ഡേർട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് ഫസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇറ്റ് ഈസ് വാഷ്ഡ് വിത്ത് ഹോട്ട് വാട്ടർ ആൻഡ് with a detergent in order to remove the dirt and wool grease. wool greaseനെയാണ് നമ്മൾ ക്രൂഡ് ലെനോലിൻ എന്ന് പറയുന്നത്. അതുപോലെ സ്വെറ്റ്, സോൾട്ട്, അങ്ങനെ അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഈ ഒരു സൊല്യൂഷനിൽ വന്നിട്ടുണ്ടാവും, ഏത് ഡിറ്റർജൻറ്റും ഹോട്ട് വാട്ടറും യൂസ് ചെയ്തിട്ട്. ആൻഡ് ഫർദർ ദ വാക്സ് ഈസ് ഒബ്റ്റെയിൻ. ഇറ്റ് ഈസ് സെൻട്രിഫ്യൂഡ് ആൻഡ് സെപ്പറേറ്റഡ് ഔട്ട് വിത്ത് സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ. സെൻട്രിഫ്യൂജ് ചെയ്ത് അതുപോലെ സോൾവൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫർദർ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ക്രൂഡ് ലെനോലിൻ എന്ന് പറയുന്നത്. അതായത് ആ വൂൾ ഫാറ്റ് അല്ലെങ്കിൽ വൂൾ ഗ്രീസിനെയാണ് നമ്മൾ ലെനോലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് വൺ ഓഫ് ദ വാല്യുബിൾ ഇൻഗ്രീഡിയൻറ്റ് ഇൻ മെനി കോസ്മെറ്റിക് ഫോർമുലേഷൻ. നമുക്കതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ഇറ്റ് ഈസ് വൈറ്റിഷ് യെല്ലോ ഇൻ കളർ, ഫെയിൻറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ, bland taste, and it is practically insoluble in water but soluble in chloroform, ether and other organic solvents with the separation of water, and melting point 34 to 40 degree Celsius. So അത്രയൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. Chemical constituent. Lanolin contain high molecular weight fatty acids, alcohols, esters of cholesterol, then fatty acids like aromatic acid, oleic acid, palmitic acid and linoleic acid. ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ ടെസ്റ്റാണ്. കൊളസ്ട്രോളിൻ്റെ നമ്മൾ ലിബർമാൻ ബുർച്ചാർ ടെസ്റ്റ് എന്ന് പറയും. ഹിയർ dissolve 0.5 gram of lanolin in chloroform, then add acetic anhydride and 2 drops of sulfuric acid. A deep green color is produced which indicate the presence of cholesterol. Now let's discuss the uses of lanolin. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ലെനോലിൻ ഈസ് വൺ ഓഫ് ദ ഇൻഗ്രീഡിയൻറ്റ് ഇൻ കോസ്മെറ്റിക് പ്രിപ്പറേഷൻ. ഇതൊരു നാച്ചുറൽ സബ്സ്റ്റൻസ് ആണ്. ആദ്യ കാലങ്ങൾക്ക് മുതലേ തന്നെ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് ഇൻഗ്രീഡിയൻ്റ് ആണ്, എസ്പെഷ്യലി ഫോർ ദ ടോപ്പിക്കൽ പ്രിപ്പറേഷൻ, അതായത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് ഒക്കെ. ബിക്കോസ് ഇറ്റ്സ് ആൻ എക്സലൻറ്റ് ഇമോലിയൻ, അതുപോലെ മോയ്സ്ചറൈസറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോസ്മെറ്റിക് ക്രീംസ്, ഓയിൻമെൻറ്റ്സ് അതിൻ്റെയൊക്കെ ഒരു ബേസാണ്. ആൻഡ് അതുപോലെ ഈ ഡയപ്പർ റാഷൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുപോലെ സ്കിൻ ബേൺ. അപ്പോൾ ഈ ഡയപ്പർ റാഷിനൊക്കെയുള്ള പല ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ്, ബേബീസിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻ്റ് ആണ് ലെനോലിൻ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ ഷാംപൂസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഷാംപൂസിൽ വൺ ഓഫ് ദ ഇൻഗ്രീഡിയൻ്റ് ആണ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി. സോ അതിന് മേജർ ഒരു യൂസ് എന്ന് പറയുന്നത് എമോലിയൻറ്റ് തന്നെയാണ്, എസ്പെഷ്യലി ഫോർ ദ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഇച്ചിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് വേറൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ദ ക്രാക്കഡ് നിപ്പിൾസ് കോസ്ഡ് ബൈ ബ്രസ്റ്റ് ഫീഡിങ്. അത് അങ്ങനെയുള്ള ക്രീംസിലൊക്കെ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരിലൊക്കെ ചിലപ്പം ചെറിയ ക്രാക്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ടോപ്പിക്കൽ ആപ്ലിക്കേഷനുള്ള പല ക്രീംസും ഉണ്ട്. അതിലെയും വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻ്റ് ആണ് ലെനോലിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഓയിൻമെൻറ്റ് ബേസ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോലിയൻ്റ് ആണ്, മോയ്സ്ചറൈസറാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ കോസ്മെറ്റിക്സിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. താരതമ്യേന സൈഡ് എഫക്ട്സ് കുറവാണ്, എന്നാലും എപ്പോഴും ശ്രദ്ധിച്ചിട്ട് തന്നെ ഉപയോഗിക്കുക. ചിലർക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാറ്റ്സ് ഓൾ. കയോലിൻ സിനോണിം ചൈന ക്ലേ. ഇതൊരു മിനറൽ ക്ലേ ആണ്, അല്ലെങ്കിൽ ക്ലേ മിനറൽ എന്നൊക്കെ പറയും. ഇറ്റ്സ് എ പ്യൂരിഫൈഡ് നേറ്റീവ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് ഫ്രീ ഫ്രം ഗ്രിറ്റി പാർട്ടിക്കിൾസ്. അതായത് നമ്മുടെ മിനറൽ സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ റോക്സിൽ നിന്ന്, അതായത് റോക്സ് വിച്ച് ആർ റിച്ച് ഇൻ കയോലിനെ വിച്ച് ഇസ് നോൺ ആസ് കയോലിൻ, അങ്ങനെയുള്ള അത് പൊടിച്ച് അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നതിനാണ് കയോലിൻ എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചുള്ള ആ ഒരു പാർട്ടിക്കിൾ സൈസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അത് സാധാരണ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഡിസ്ക്രിപ്ഷൻ: വൈറ്റിഷ് പൗഡർ, ഓഡർലെസ്, ടേസ്റ്റ്ലെസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ, മിനറൽ ആസിഡ്സ് ആൻഡ് ആൽക്കഹോൾ. Description of kaolin. Kaolin is available in 3 forms: heavy kaolin, light kaolin and natural light kaolin. Heavy kaolin is a purified hydrated aluminum silicate
സോ ആസ് ടു മേക്ക് ഫ്രീ ഫ്രം ഗ്രിറ്റി പാർട്ടിക്കിൾസ് ബൈ എലൂട്രിയേഷൻ. എലൂട്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖനനം ചെയ്തെടുത്ത ശേഷം അതിനെ പാർട്ടിക്കിൾ സൈസ് റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എലൂട്രിയേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് ആണ് അതിന് പാർട്ടിക്കിൾ സൈസ് ആ ഒരു ഗ്രിറ്റി പാർട്ടിക്കിൾസിൽ നിന്ന് ഫ്രീ ആക്കിയിട്ടുള്ള ഒരു സ്റ്റേജിലുള്ളതിനെയാണ് നമ്മൾ ഹെവി കയോലിൻ എന്ന് പറയുന്നത്. ഇനി ലൈറ്റ് കയോലിൻ, അത് കുറച്ചും കൂടി അതിനേക്കാളും സ്മോൾ പാർട്ടിക്കിൾ സൈസ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ ടു ഹെവി കയോലിൻ, അതായത് കെമിക്കലി സെയിം തന്നെയാണ്, ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് ആണ്, ബട്ട് സ്മോൾ പാർട്ടിക്കിൾ സൈസ് ആൻഡ് കണ്ടെയ്ൻ ഡിസ്പേഴ്സിങ് ഏജൻറ്റ്. അതിലേതെങ്കിലും ഒരു ഡിസ്പേഴ്സിങ് ഏജൻറ്റ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് നാച്ചുറൽ ലൈറ്റ് കയോലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയും ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് തന്നെയാണ്, വിച്ച് ഇസ് ഫ്രീ ഫ്രം ഗ്രിറ്റി പാർട്ടിക്കിൾസ് ആൻഡ് ഡിവോയ്ഡ് ഓഫ് ഡിസ്പേഴ്സിങ് ഏജൻറ്റ്സ്. കുറച്ചും കൂടി നമ്മൾ പൗഡർ ചെയ്തിട്ടുള്ളതിനെയാണ് നാച്ചുറൽ ലൈറ്റ് കയോലിൻ എന്ന് പറയുന്നത്. അതിൽ ഗ്രിറ്റി ആയിട്ടുള്ള അങ്ങനത്തെ പാർട്ടിക്കിൾസ് ഉണ്ടാവില്ല. അതുപോലെ ലൈറ്റ് കയോലിനെ പോലെ ഡിസ്പോസിങ് ഏജൻസും അതിൽ ഉണ്ടാവില്ല. ബട്ട് സെയിം തന്നെയാണ്, കെമിക്കലി ഇത് മൂന്നും സെയിം തന്നെയാണ്. ഓരോന്നിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഓരോന്നിനും വ്യത്യാസമുണ്ട്. സോ ദർ ആർ 3 ഫോംസ്: heavy kaolin, light kaolin and natural light kaolin. ഇനി കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂൻസ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് പ്യൂർ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് ആൻഡ് കണ്ടെയ്ൻ ട്രേസസ് ഓഫ് മഗ്നീഷ്യം, കാൽസ്യം ആൻഡ് അയൺ. A solution of gorgum with a benzidine and hydrogen peroxide, no blue coloration. It is a chemical test in order to distinguish from gum acacia. Then വേറൊരു ടെസ്റ്റാണ് aqueous solution of gorgum can be converted into gel by addition of small amount of borax. അതായത് ജെല്ലിംഗ് പ്രോപ്പർട്ടി, അത് ഗോർഗമിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ പല ടൂത്ത് പേസ്റ്റുകളും ഇത് യൂസ് ചെയ്യാറുണ്ട് ജെല്ലിംഗ് ഏജൻ്റ് ആയിട്ട്. ആൻഡ് ഓൾസോ യൂസ്ഡ് എസ് എ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്, ബൈൻഡിങ് ആൻഡ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്, എമൽസിഫയിങ് ഏജൻറ്റ്. ബൈൻഡിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ടാബ്ലറ്റ്സ് ഇൻ ഓർഡർ ടു ഇമ്പാർട്ട് ദ കൊഹസീവ്നെസ് ടു ദ ഗ്രാനുൾസ്. അല്ലെങ്കിൽ ഇറ്റ് എൻഷോർസ് ദ ടാബ്ലറ്റ് റിമെയിൻസ് ഇൻടാക്ട് ആഫ്റ്റർ ദ കംപ്രഷൻ. അത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ചേർന്നിരിക്കണമെങ്കിൽ നമ്മളതിൽ ഏതെങ്കിലും ബൈൻഡിങ് ഏജൻറ്റ് ആഡ് ചെയ്യണം. സോ ഗോർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബൈൻഡിങ് ഏജൻ്റ് ആണ്. ദെൻ വേറൊരു യൂസ് എന്ന് പറഞ്ഞാൽ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്. നമ്മൾ പറഞ്ഞു എന്താണ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്, സ്യൂട്ടിക്സിലൊക്കെ പഠിച്ചു കാണും അല്ലേ. ഇറ്റ് ഈസ് ആഡഡ് ടു ദ ടാബ്ലറ്റ് ഫോർമുലേഷൻ ടു പ്രൊമോട്ട് ദ ബ്രേക്കപ്പ് ഓഫ് ടാബ്ലറ്റ് ഇൻ ടു സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ആൻ അക്യൂസ് എൻവയോൺമെൻറ്റ്. അതായത് നമ്മൾ ഒരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അക്യൂസ് എൻവയോൺമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഒരു ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ ചെന്ന് കഴിയുമ്പോൾ അത് ബ്രേക്കപ്പ് ആവണം, എന്നാലാണത് നമുക്ക് അത് റിലീസ് ആവുള്ളൂ. അതായത് അതിൻ്റെ അവൈലബിൾ സർഫസ് ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് ഇറ്റ് പ്രൊമോട്ട് ദ മോർ റിലീസ് ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. സോ ഗോർഗം ഓൾസോ യൂസ്ഡ് ആസ് എ ഡിസിൻറ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്. അതായത് ഇറ്റ് ആഡഡ് ടു ദ ടാബ്ലറ്റ് ഫോർമുലേഷൻ ടു പ്രൊമോട്ട് ദ ബ്രേക്കപ്പ് ഓഫ് ടാബ്ലറ്റ് ഇൻ ടു സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ആൻ അക്വസ് എൻവയോൺമെൻറ്റ്. ആൻഡ് വേറൊരു യൂസ്, ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ബൾക്ക് ലാക്സേറ്റീവ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോർഗം അതിൽ സോലുബിൾ ആയിട്ടുള്ള നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ട് ആസ് എ ബൾക്ക് ലാക്സേറ്റീവ്. നമ്മൾ ഓൾറെഡി ഇസ്പാഗുല ഹസ്ക് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ലാക്സേറ്റീവ്സിൽ പറഞ്ഞു. ഇസ്പാഗുല ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ ബൾക്ക് ലാക്സേറ്റീവ്. അതേപോലെ ഗോർഗമും ഒരു ബൾക്ക് ലാക്സേറ്റീവ് ആണ്. ആൻഡ് ആപ്പിറ്റേറ്റ് ഡിപ്രസൻ്റ് ആണ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ പെപ്റ്റിക് കൾച്ചർ തെറാപ്പി. ദെൻ ഇൻഡസ്ട്രിയൽ അതർ യൂസസ് എന്ന് പറയുന്നത് പേപ്പർ മാനുഫാക്ചറിംഗ് യൂസ് ചെയ്യാറുണ്ട്, പ്രിൻറ്റിങ്, പോളിഷിങ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആൻഡ് ഫുഡ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ജെല്ലിംഗ് ഏജൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ, ഫുഡ് ഇൻഡസ്ട്രീസിലും യൂസ്